അങ്ങനെ ആദില നൂറ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. ഇതിനൊക്കെ കാണാൻ വേണ്ടി എന്തിനാണാവോ ആൾക്കാർ ഇത്രയും തിക്കും തിരക്കും കൂട്ടുന്നതെന്ന് അറിയില്ല. എന്തായാലും ഭയങ്കര സ്വീകരണമാണ് കേട്ടോ. ഇവരുടെ തന്നെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന LGBTQ അങ്ങനെ എന്തോ കുറച്ചധികം ആൾക്കാരുണ്ട്. അവരൊക്കെ വന്ന് പൂമാലയൊക്കെ ഇട്ട് അങ്ങ് സ്വീകരിച്ചു. എന്താ അല്ലേ, ഹോ, ഇക്കണക്കിന് ഇവരെങ്ങാനും വിന്നറായിട്ടാണോ വരുന്നതെങ്കിലോ. അയ്യോ, ഇത്രയും എന്താ പറയുക, കുത്തിത്തിരിപ്പും എല്ലാ വൃത്തികേടും കാണിച്ച് വന്നിട്ട് ഇത്രയും അങ്ങ് സ്വീകരിക്കുന്നു. കണക്കിന് ഇവളൊക്കെ കപ്പടിച്ചിട്ടെങ്ങാനോ ആണ് വന്നിരുന്നെങ്കിൽ എൻ്റെ പൊന്നോ, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയൊക്കെ കുത്തിത്തിരിപ്പും കൊള്ളരുതായ്മയും പിന്നീന്ന് കുത്തലും ഒക്കെ കാണിച്ചിട്ട് ഇത് കണക്കിന് കപ്പെങ്ങാനും കിട്ടുന്നതായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഹോ, എന്താ അല്ലേ, ഇതുങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും താങ്ങാനും ഒക്കെ ആളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ പുച്ഛം മാത്രം തോന്നും. കാരണം സ്വന്തം വീട്ടുകാരെയും കൂടെ കൂടുന്നവരെയെല്ലാം പിന്നിൽ നിന്ന് കുത്തുന്ന ചതിക്കുന്ന രണ്ട് വിഷവിത്തുകളാണ് ആദില ആൻഡ് നൂറ. നമ്മൾ ഇത്രയും ഇപ്പം ഏകദേശം 100 ദിവസമായില്ലേ ഇവളെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട്, മനസ്സിലാക്കി ഏകദേശം സ്വഭാവവും പ്രവർത്തികളും എന്താണെന്നുള്ളത്. എന്നിട്ടും ഇത്രയും വിഷവിത്തുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും ആളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. അയ്യോ.